ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു മത്തങ്ങ ഇട്ടിട്ടുള്ള ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള നല്ല നാടൻ കറിയാണ്. പരിപ്പൊന്നും ഇല്ലെങ്കിലും വെക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടാൽ മാത്രം പോരെ, ഉണ്ടാക്കി നോക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പം നമുക്ക് മത്തങ്ങ കറി വെക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ മത്തങ്ങ കുറച്ച് നല്ല ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഇനി ചട്ടിയിലേക്ക് മാറ്റാം നമുക്ക്. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് മത്തങ്ങ മാറ്റാം. ചട്ടിയിൽ തന്നെ വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ വെച്ചു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിൽ വെക്കാം, കുഴപ്പം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട്. അതിൻ്റെ പച്ചമുളക് ഇത്തിരി എരിവ് കുറവായ കാരണം ഞാൻ കുറച്ചധികം ഇട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ഉള്ളി ചതച്ചത് കേട്ടോ, 2 3 ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കല്ലുപ്പ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ പൊടിയുപ്പ് ഏത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഇങ്ങനെ മത്തങ്ങ മുങ്ങിക്കെടുക്കുന്ന വിധത്തിലുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കട്ടെ. മത്തങ്ങ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വെള്ളം അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിക്കാം, കുഴപ്പമില്ല. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം എല്ലാതും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക. അടച്ചു കൊടുത്ത് അവിടെ പോവരുത്, തിളച്ച് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് വേവട്ടെ അവിടെ ഇരുന്ന്. അപ്പോൾ മത്തങ്ങ വേവണ നേരം കൊണ്ട് നമുക്ക് നാളികേരം അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. നാളികേരം ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പകുതി കേട്ടോ, ഫുള്ളും ഞാൻ എടുത്തിട്ടുണ്ട്. പകുതിയുടെ ഫുള്ളും കേട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല, ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ, ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജീരകം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജീരകം ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് അരച്ചെടുക്കണം. ഭയങ്കര പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തിരി തരിയായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അധികം നമ്മൾ മോര് കറിക്കൊക്കെ അരയ്ക്കണ പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പം നമുക്ക് ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നോക്കപ്പോൾ വെന്തിട്ടില്ല, ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. എല്ലാതും ഭയങ്കര പേസ്റ്റ് പോലെ ആക്കണം എന്നല്ല, എന്നാലും ഒരു കറിക്കൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ പതുക്കെ ഈ കയ്യിൽ തന്നെ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ ഇതൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരിയുമ്പോൾ വലിയ ഇത്തിരി പീസായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. വല്ലാണ്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കണം എന്നല്ല കേട്ടോ, ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം അരച്ച് വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നാളികേരം ഇതിൽ കിടന്നൊന്ന് തിളയ്ക്കണം കേട്ടോ. വല്ലാണ്ട് കുറേ നേരിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തിളയ്ക്കണം. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു തിള വരുന്ന നന്നായി ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെപ്പോഴും പറയണ പോലെ ഇത്തിരി ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കണ്ട ഈ ഒരു പരുവത്തിൽ മതി. പിന്നെ ഇത് നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുന്ന കാരണം നന്നായി ഒന്നും കൂടി ഇതൊന്ന് കട്ടിയാവും. അപ്പോൾ ഭയങ്കര വെള്ളം പോലെ വേണ്ട, എന്നാൽ നന്നായി വെള്ളം കുറഞ്ഞിട്ടുള്ള ഇതും വേണ്ട കേട്ടോ. ഈ ഒരു പരുവം മതി. നമ്മൾ ചാറുകറി പോലെയാണല്ലോ ഇത് എടുക്കണേ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ആ നാളികേരം ഒന്ന് ഒഴിച്ചു കൊടുത്ത് പിന്നെ
ഞാൻ ഒഴിച്ച വെള്ളം അപ്പോൾ കറക്റ്റായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഒരു അര ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഗ്യാസ് ഓഫ് ചെയ്യാൻ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്താലും ചട്ടിയിലിരിക്കുന്ന കാരണം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് കടുവറുത്തിടണം. അപ്പം നമുക്കിനി കടുവറുത്തിടാം. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചാൽ മതി. ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കാൽ ടീസ്പൂൺ കടുക് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു 3-4 ചെറിയ ഉള്ളി കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. സിമ്മിലിട്ടിട്ട് വേണം നമുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിക്കും. അപ്പോൾ ഉള്ളി ഒന്ന് മൂക്കണ വരെ വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ട് ഇനി കറിയിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ മത്തങ്ങ, പരിപ്പില്ലാത്ത മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പും ഒന്നും ഇല്ലാണ്ട് നല്ല നാളികേരം അരച്ച് വെച്ചേക്കണ്ട. നല്ല ചൂടാറിയപ്പോൾ ഇത്തിരിയും കൂടി കട്ടിയായി. ഇനി ഒന്നും കൂടി ചൂടാറുമ്പോൾ കുറച്ചും കൂടിയും കട്ടിയാവും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.